നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് കാരയ്ക്കൽ തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അവിചാരിതമായി നാറാണത്ത് തമ്പുരാൻ വരികയും പല്ലക്ക് താഴെ വെച്ച് അവർ തമ്മിൽ അങ്ങുമിങ്ങും ദർശനഭാഗ്യം ലഭിക്കുകയും രണ്ടുപേർക്കും ഇതെൻ്റെ സഹോദരനാണ് നാറാണത്ത് തമ്പുരാൻ എന്ന് കാരയ്ക്കലമ്മയ്ക്കും ഇതെൻ്റെ സഹോദരിയാണ് കാരയ്ക്കൽ തമ്പുരാട്ടി എന്ന നാറാണത്ത് തമ്പുരാനും മനസ്സിലാവുകയും ചെയ്തു. അവർ സ്വസ്ഥമായിട്ട് ഒരിടത്തിയിരുന്നു. ഉടൻ തന്നെ ഒരു ക്ഷമാപണത്തോടെ താൻ പല്ലക്ക് തടഞ്ഞതിനൊരു ക്ഷമാപണം. അങ്ങനെയായിട്ട് നാറാണത്ത് തമ്പുരാൻ പറഞ്ഞു, സഹോദരി, പല്ലക്കിൽ വരുന്നത് നീയാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല, എങ്കിൽ ഞാൻ നിർത്തില്ലായിരുന്നു. ഓ, അതുകൊണ്ട് എന്താ, ഞാനിതൊരു ഒളിച്ചോട്ടമായിരുന്നു, എൻ്റെ ജീവനും കൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടം. അപ്പോൾ എൻ്റെ സഹോദരൻ തന്നെ എന്നെ തടഞ്ഞു നിർത്തുമെന്ന് ഞാനും കരുതിയില്ല. ഞാൻ തടഞ്ഞൊന്നും നിർത്തിയതല്ല, എന്തിനാ നീ ഒളിച്ചോടി പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, എന്നെ കാരയ്ക്കൽ രാജാവ് എടുത്തു വളർത്തി. ഒരുപാട് അവർ പ്രായാധിക്യം കൊണ്ട് അച്ഛനും അമ്മയും മരിച്ചുപോയി. ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയായി തീർന്നു ഞാൻ. എനിക്കാണെങ്കിൽ ഭഗവാൻ ഇഷ്ടംപോലെ സൗന്ദര്യവും തന്നിരിക്കുന്നു. ഒരുപാട് വിവാഹാലോചനകൾ വന്നവർക്കൊക്കെ ചില പേർക്ക് എന്നെയും വേണം, സമ്പത്തും വേണം. ചിലർക്ക് എന്നെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, സമ്പത്ത് കിട്ടണം. മറ്റു ചിലർക്കാകട്ടെ ഇത് രണ്ടും വേണം. ഈ വരുന്നവരാകട്ടെ ഒട്ടും തന്നെ യോഗ്യരല്ല. ഞാനാണെങ്കിൽ വിവാഹ ജീവിതം ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. കാരണം എനിക്ക് അങ്ങനെ വേണ്ട. ആധ്യാത്മികമായ ജീവിതത്തിലുള്ള ഭഗവാനെ സേവിച്ച് സിദ്ധി കൂടണം, വൈകുണ്ഠം പ്രാപിക്കണം, ഇതൊക്കെയാണ് എൻ്റെ മോഹം. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ നിൻ്റെ പുറകെ ആരെങ്കിലും ഉണ്ടോ? നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ? ഉണ്ടല്ലോ, എന്നെ രക്ഷിക്കാൻ ആരുമില്ല. ഇപ്പം അങ്ങ് അടുത്തുള്ളത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു നിന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒരാൾക്കും എന്നെ ആ വ്യക്തിയിൽ നിന്ന് രക്ഷിക്കാനാവില്ല. അടുത്ത രാജ്യത്തെ രാജാവായ അഴകപ്പൻ എന്ന് പറയുന്ന ഒരു ക്രൂരനായ രാജാവാണ് വരുന്നത്. എന്നെ വിവാഹം ചെയ്തേ അടങ്ങൂ എന്നുള്ള ശാഠ്യത്തിലാണ് അദ്ദേഹത്തിന് 4-5 ഭാര്യമാരും മക്കളും ദാസിമാരെ വെച്ചുകൊണ്ടിരിക്കുന്നത് വേറെ 10-20 ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് എന്നെ വിവാഹം ചെയ്യണം, രാജ്ഞിയായി സ്വീകരിക്കണം, എന്നുള്ള ഭാര്യയാക്കണം എന്നുള്ളൊരു ചിന്തയിൽ എന്നെ ഓടിച്ചിട്ട് പിടിക്കുക. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് പറഞ്ഞു. വിശ്വസ്തരായ ഏതാനും സൈന്യാധിപന്മാരും പട്ടാളക്കാരും തോഴിമാരും ഒക്കെ ഉള്ളൂ എൻ്റെ കൂടെ. ഞാൻ നാട് വിട്ട് ഓടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നാറാണത്ത് തമ്പുരാൻ പറഞ്ഞു, നീ എന്തിനാ ഇപ്പോൾ ഓടണേ? നിന്നെ രക്ഷിക്കാനായിട്ട് നമ്മുടെ അച്ഛനമ്മമാരുടെ ആത്മാവുണ്ട്, അവർ മരിച്ചു പോയാലും നമ്മളോടൊപ്പമുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ, ഞാനുള്ളപ്പോൾ നിന്നെ ഒരാൾ ഉപദ്രവിക്കോ? പിന്നെ അതൊന്ന് കാണാമല്ലോ എന്നും പറഞ്ഞ് നാറാണത്ത് തമ്പുരാൻ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ദാ വരണു. ഹോയ് ഹാ, എന്താ പല്ലക്ക് വരിക. പല്ലക്കടുത്തെത്തി. അഴകപ്പൻ അതിൽ ഇറങ്ങി വന്ന വഴിക്ക് കാരയ്ക്കൽ തമ്പുരാട്ടിയെ കണ്ടുപിടിക്കുക. അമ്പട്ടി കേമി, കാരയ്ക്കൽ കോതേ, സുന്ദരി കോതേ, നീ എന്നെ പറ്റി ചോടിക്കളയാമെന്ന് വിചാരിച്ചു അല്ലേ? നടപ്പില്ല. ഞാൻ നിന്നെ വിവാഹം ചെയ്തേ അടങ്ങും. നിന്നെ ഇപ്പം തന്നെ പല്ലക്കിൽ ഞാൻ കൊണ്ടുപോകാതിരിക്കും എന്നാണ് ആക്രോശിച്ചത്. നാറാണത്ത് തമ്പുരാൻ പറഞ്ഞു, ഓ, കാരയ്ക്കൽ തമ്പുരാട്ടി പറഞ്ഞത് ശരിയാണല്ലോ, എൻ്റെ സഹോദരി പറഞ്ഞതൊക്കെ ശരിയാണല്ലോ. കണ്ട പാടെ അഴകപ്പന് വിവാഹാഭ്യർത്ഥനയായിട്ടാണ് വരുന്നത്. ബലമായിട്ടൊരു സ്ത്രീയെ വിവാഹം ചെയ്യും. ഇതെടുത്ത ന്യായം. നാറാണത്തിന് ചിന്തിക്കാൻ പോലും വയ്യ. സ്ത്രീകളെ ഉപദ്രവിക്കുകയെ അത് പാടില്ല, എന്തായാലും പാടില്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് നാറാണത്ത് തമ്പുരാൻ. അദ്ദേഹം അഴകപ്പനോട് പറഞ്ഞു, ഇത് നന്നല്ല സുഹൃത്തെ. ആ കുട്ടിക്ക് സമ്മതമല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ നിർബന്ധിക്കണേ വിവാഹം കഴിക്കാൻ? ആ കുട്ടിയുടെ പാട്ടിന് ജീവിച്ചോട്ടെ, എവിടെയെങ്കിലും പൊക്കോട്ടെ. താനാരാടോ? എനിക്ക് മനസ്സിലായി. തോളത്തെ ആ വണ്ണക്കെട്ടും ഈ ചപ്ര തലയും പിന്നെ ഒരു തൊണ്ടക്കണ്ണും ആ വൃത്തികെട്ട ശരീരവും അതിലേറെ പരിക്കനായ ശബ്ദവും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. താനല്ലേ നാറാണത്ത് ഭ്രാന്തൻ? അതേടോ ഭ്രാന്തന. കല്ലുരുട്ടി കയറ്റിട്ട് 1000 മംഗലം മലയിൽ മോളങ്ങോട്ട് എത്തും സന്ധ്യയോടുകൂടി അവിടെ ചെന്നങ്ങോട്ട് തട്ടി വിട്ടിട്ട്
തൻ്റെ ഒരു ദിവസത്തെ പണി ഒരു നിമിഷം കൊണ്ട് താൻ വ്യർത്ഥാക്കി കളയില്ലേ? അങ്ങനെയുള്ള ആൾ ഭ്രാന്തനല്ലാണ്ട് പിന്നെ ആരാ എന്ന്. അതാണോ കാര്യം എന്ന് പറഞ്ഞു. അവർ തമ്മിൽ അല്പം വാക്തർക്കമുണ്ടായി. നാറാണത്ത് നിർബന്ധമായിട്ടും പറഞ്ഞു, കാരയ്ക്കൽ തമ്പുരാട്ടിയെ വെറുതെ വിടും, അവരെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കണ്ട, അവർക്ക് വിവാഹത്തിന് താല്പര്യമില്ല. എന്ത് ചെയ്ത അഴകപ്പൻ സമ്മതിക്കില്ല. അഴകപ്പൻ തൻ്റെ ഭടന്മാരെയൊക്കെ വിളിച്ചിട്ട് ഈ നാറാണത്തിനെ പിടിച്ച് കെട്ടു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ നാറാണത്ത് പറഞ്ഞു, വെറുതെ വേണ്ട, എൻ്റെ നേരെ വരണ്ട, ഞാൻ എൻ്റെ സിദ്ധികളൊന്നും എടുക്കാറില്ല, ഒന്നും എടുക്കണമെന്നുമില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും അഴകപ്പനുണ്ടോ കേൾക്കണോ? 1-2 രൂപയാണോ കാരയ്ക്കൽ മാതാവിനൊക്കെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കിട്ടണത്? സുന്ദരിയായ ഒരു സ്ത്രീയെ കിട്ടുന്നു, കൂടാതെ കണ്ട് ഇഷ്ടം പോലെ കാരയ്ക്കൽ തമ്പുരാൻ്റെ സമ്പത്ത് മുഴുവനും കിട്ടണം. അപ്പോൾ ഉടൻ തന്നെ അഴകപ്പൻ നാറാണത്തുമായിട്ട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ നാറാണത്ത് പറഞ്ഞു, ഇതങ്ങനെ ചുമ്മാ പോണ വിഷയമല്ല. തമ്മി 1-2 പറഞ്ഞ് എന്തിനു പറയണം? നാറാണത്ത് അഴകപ്പനെ അങ്ങ് ശപിച്ചു. എന്താ ശപിച്ചേ? നീ ആണും പെണ്ണും അല്ലാത്തവനായി പോകട്ടെ. ഇത് കേട്ടപ്പോൾ അഴകപ്പൻ പേടിച്ചു. അതേപോലെ തന്നെ തൻ്റെ ശരീരത്തിന് എന്തൊക്കെ ഒരു മാറ്റം വരണ പോലെ നോക്കുമ്പോൾ എന്താ തനിക്കുണ്ടായിരുന്ന താടി മീശ രോമങ്ങളൊക്കെ പോയി. എന്ന് വെച്ചിട്ട് കയ്യിൻ്റെയും കാലിൻ്റെ ഒന്നും കരുത്തു പോയിട്ടില്ല. ചുരുക്കത്തിൽ ഇത് തന്നെ, ആണുമല്ല പെണ്ണുമല്ല. നമ്മളിപ്പോൾ കാണുന്നില്ലേ ചില ഹിജടകൾ, അല്ലെങ്കിൽ എന്താ ട്രാൻസ്ജെൻഡറുകൾ എന്നൊക്കെ പറയും. ആണിൻ്റെ എല്ലാ രൂപവും കരുത്ത് ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ പൗരുഷമല്ല, സ്ത്രീകളുടെ വിധത്തിലാണ് അവയവങ്ങളൊക്കെ. അങ്ങനെയുള്ള ചില പുരുഷന്മാർ, ചില സ്ത്രീകളോ പെണ്ണിൻ്റെ ഒരു ആകാരം പോലെയൊക്കെ ഉണ്ട്, പക്ഷെ താടീൻ്റെ മീശേൻ്റെ ആണുങ്ങളുടെ കരുത്ത്. അങ്ങനെ ചില സ്ത്രീകൾ, അങ്ങനെയുള്ളവർക്ക് പറയുന്ന ഒരു പേരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് ഇംഗ്ലീഷിലെങ്ങാണ്ട് പറയണതെന്ന് തോന്നുന്നു. മലയാളത്തിൽ പറയുന്ന ഒരു പേര് എന്താണ്? നേർബുദ്ധി അല്ലാത്തവർ, മന്ദബുദ്ധികളാണവർ. അവർക്ക് സാധാരണ പോലെയുള്ള ബുദ്ധിശക്തിയൊന്നുമില്ല. അങ്ങനെയൊക്കെ എന്തിനു പറഞ്ഞു? ഈ അഴകപ്പൻ ഒരു ഹിജടയായി മാറി. അങ്ങനെയുള്ളവരെ പറയണത് ഹിജട എന്നാണ്. ആണുമല്ല പെണ്ണുമല്ല. ആണാണോ? കുറേ കാര്യങ്ങളൊക്കെ ആണിനെ പോലെയാണ്. ആണാണോ? അല്ലേ. എന്നാൽ പെട്ടെ പെണ്ണാണോ? പെണ്ണുമല്ല. അവർ ചിലരൊക്കെ കണ്ണെഴുതി പൊട്ട് തൊട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി മെടഞ്ഞിട്ട് സാരിയൊക്കെ കൊടുത്ത് നടക്കും. പക്ഷെ അവരുടെ കഴുത്ത് കയ്യൊക്കെ കാണുമ്പോൾ ആണിൻ്റെ കരുത്ത, താടി മീശയൊക്കെ ഉണ്ടാവും. അതൊക്കെ വടിച്ചു കളഞ്ഞിട്ട് പെണ്ണായിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഹിജടകൾ എന്നവരെ പറയും. ഇംഗ്ലീഷിലാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അതൊരു ജന്മസൃഷ്ടി, പ്രകൃതിയിലൊരു വികൃതി. പലരും ശുദ്ധ മനസ്സ ഉള്ളവരായിരിക്കും കേട്ടോ, പണിയെടുത്ത് ജീവിക്കുന്നവരായിരിക്കും. ഇപ്പം കാണുന്നത് അഴകപ്പനെ നാറാണത്ത് തമ്പുരാൻ ശപിച്ചു, ആണും പെണ്ണും അല്ലാത്തവനായിട്ട്. അയാൾ ഓട്ടം വിട്ടോടി ഏതോ വഴിക്ക്. അത് കഴിഞ്ഞ് വീണ്ടും സൗഹൃദ സംഭാഷണത്തിലേക്ക് വന്നു. നാറാണത്തിൻ്റെ സഹോദരി കാരയ്ക്കൽ റാണി. എന്താണ് സഹോദരി, ഞാൻ നിന്നെ ഏതു വിധത്തിലാണ് സംരക്ഷിക്കട്ടെ? നീ എന്നോടൊപ്പം താമസിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അപ്പം കാരയ്ക്കൽ മാതാവ് പറഞ്ഞു, വേണ്ട, എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കണം. സമ്പത്തൊക്കെ ഞാൻ പോട്ടെ, എനിക്ക് വേണ്ട, വല്ല പാവങ്ങൾക്കുമൊക്കെ കൊടുത്തിട്ട് ഞാൻ ഓടിപ്പൊക്കോളാം, ഞാൻ വേറെ പൊക്കോളാം, അതെനിക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം, ഈ സൗന്ദര്യം ഉള്ളത് കൊണ്ടല്ലേ എന്നെ പലരും വിവാഹം കഴിക്കാൻ മോഹിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ സൗന്ദര്യമൊന്ന് മാറ്റി തരണം. അതാണ് എനിക്കിപ്പോൾ ചെയ്യാവുന്ന വലിയൊരു ഉപകാരം. ഏട്ടന് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുള്ളൂ. അപ്പോൾ നാറാണത്ത് സ്വന്തം അച്ഛനമ്മമാരെ കൂടി ധ്യാനിച്ചുകൊണ്ട് തനിക്കൊരു സിദ്ധിയൊക്കെ ഉണ്ടല്ലോ, ആ സിദ്ധി ഉപയോഗിച്ച് ഈ സഹോദരിയുടെ കാരയ്ക്കലമ്മയുടെ അടയാഭരണങ്ങളൊക്കെ അവിടെ അഴിച്ച് താഴെ വെച്ചു. കാരയ്ക്കൽ മാതാവിൻ്റെ വീടിനടുത്തായിട്ട് ബാക്കി ഉള്ള മിനിമം വസ്ത്രധാരണത്തോടു കൂടി വന്ന് അടുത്ത് അവിടെ ഉള്ള ദർശനത്തിൽ വന്ന ക്ഷേത്രത്തിനടുത്തായിട്ട് കാരയ്ക്കൽ അമ്മ നിന്ന് പ്രാർത്ഥിച്ചു.
തൊട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചോളാൻ പറയും. നാറാണത്തിനെ തൊട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടെ, നാറാണത്തിൻ്റെ അനുഗ്രഹത്തോടെ കാരയ്ക്കൽ അമ്മയ്ക്ക് തൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടു. വളരെ പ്രായം ചെന്ന ഒരു വൃദ്ധ സ്ത്രീയായി മാറി. സമ്പത്തൊക്കെ പാവപ്പെട്ടവർക്ക് ദാനം കൊടുത്തു. അതിനുശേഷം കാരയ്ക്കൽ തമ്പുരാട്ടി കാരയ്ക്കൽ മാതാവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അവിടെ അടുത്ത് താമസിക്കുകയും ചെയ്തു. എന്തിനു പറയണു, ദേവീദേവന്മാരൊക്കെ കാരയ്ക്കൽ മാതാവേ എന്നാണ് വിളിക്കുക ഈ കാരയ്ക്കൽ വരരുചിയുടെ മകളെ. മഹാദേവൻ പോലും, ജഗൽപിതാവായ മഹാദേവൻ പോലും കാരയ്ക്കൽ അമ്മയെ എന്ന് വിളിക്കുന്നത് കാരയ്ക്കൽ അമ്മേ എന്നുള്ള സങ്കല്പത്തിലാണ്. ഒരു മാതാവിൻ്റെ സങ്കല്പമാണ് കാരയ്ക്കൽ ഉള്ളവർക്കെല്ലാം ലഭിക്കും. ഇതുവഴി ഈ കാരയ്ക്കൽ റാണി, കാരയ്ക്കൽ അമ്മയായ കഥയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.